അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ വൃക്കരോഗികളുടെ സംഗമവും ഡയലൈസർ വിതരണവും നടന്നു. നഗരസഭാ ചെയർമാൻ പി എൽദോസ് ഡയലൈസറുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നഗരസഭയുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓരോ ഡയാലിസിസ് രോഗികൾക്കും താലൂക്ക് ആശുപത്രിയിൽ സൗജന്യമായി ഡയാലിസിസ് നടക്കുമ്പോൾ പലരുടെയും ധാരണ ഇത് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് സൗജന്യമായി നൽകുന്നതാണ്. അങ്ങനെയാണെങ്കിലും പണം കൊടുക്കുന്നത് നഗരസഭയാണ് എന്നുള്ള ബോധ്യം കൂടി നിങ്ങൾക്കുണ്ടാകണം എന്നാണ് വിനയത്തോടെ എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഈ ദുരിതമനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്കത നഗരസഭ കാണിക്കുമ്പോൾ നിങ്ങളെല്ലാവരും നഗരസഭയോട് ചേർത്ത് നിന്ന് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയേണ്ട വേദികളിൽ പറഞ്ഞ് തിരുത്തിക്കാനുള്ള ഒരു സംവിധാനം കൂടി നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം. നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൽ സലാമിന്റെ ഹോണറേറിയം ഫണ്ട് ഉപയോഗിച്ചാണ് 20 പേർക്ക് ഡയലൈസറുകൾ വിതരണം ചെയ്തത്. 1500ഓളം രൂപ വിലയുള്ള ഡയലൈസറുകളാണ് വിതരണം ചെയ്തത്. സംഗമത്തിൽ റെഡ് ക്രോസ് മൂവാറ്റുപുഴ താലൂക്ക് അർഹരായ വൃക്കരോഗികൾക്ക് നൽകുന്ന തുക റെഡ് ക്രോസ് താലൂക്ക് ചെയർമാൻ ജോർജ് എബ്രഹാം വിതരണം ചെയ്തു. ഡയലൈസർ ആവശ്യമായി വരുന്നവർക്ക് വീണ്ടും ഉപകരണം നൽകാൻ തയ്യാറാണെന്ന് നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൽ സലാം അറിയിച്ചു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോസ് കുര്യാക്കോസ്, നിസ അഷ്റഫ്, കൗൺസിലർമാരായ നജില ഷാജി, അമൽ ബാബു, സെബി കെ സണ്ണി, ജോളി മണ്ണൂർ, പാലിയേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മീന BV, സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് സ്വാതി VS എന്നിവർ പങ്കെടുത്തു. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.